ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തരം ചമ്മന്തി പൊടിയായിട്ടില്ലേ. അതിനെന്താ, ചെറിയ ഉള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പുളിയുണ്ട്, മുളകുണ്ട്, മല്ലിയുണ്ട്. നമുക്കതെല്ലാം പാടെ കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം തന്നെ ആങ്ങളെ കുട്ടി വന്നിട്ട് ഓന് ഇന്നെ ചെറുതാക്കി ഇതൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം എന്താ, ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാനുള്ളൊരു എണ്ണ വെച്ച് തുള്ളി എണ്ണ വെച്ചത്. പക്ഷെ ഞങ്ങൾക്ക് എന്താണെന്നറിയാം, തുള്ളി എണ്ണ വെച്ചിട്ടില്ല, നമുക്ക് വറുക്കാൻ പൊടിക്കാൻ പറ്റുള്ളൂട്ടില്ല. അതിന് ശേഷം ഇതാ എണ്ണ ചൂടായ ശേഷം ഞാനിതാ അതിക്കിതാ നമ്മൾ വറ്റൽമുളക് ഇട്ടിക്കണ്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. സെൽഫ് ചെയ്യാതെ കാണാൻ ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഒക്കെ എല്ലാവർക്കും ഒന്ന് അയച്ചെടുക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിന് ശേഷം ഇതാ ആ മുളക് ഒന്ന് വറുത്ത് വന്ന ശേഷം നമുക്കിതാ മല്ലി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, മല്ലി വറുക്കാനുള്ള എണ്ണ ഒഴിച്ചാൽ മതി, തോനെ എണ്ണ ഒഴിക്കല്ലേ. അപ്പോൾ അതിന് ശേഷം ഇതാ മല്ലിയും പാട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഇത് പൊടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അവസാനം കണ്ടു നോക്കി. അപ്പോൾ നിങ്ങളോടൊക്കെ ചിലപ്പോൾ വറുക്കാനുള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ, അല്ല വറുക്കാൻ പൊടിക്കാനുള്ള ഇത് ജാറ്. അപ്പോൾ ഞങ്ങളോട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വറുക്കണം നല്ല ശരിയാവില്ലേ. ഞാൻ പറഞ്ഞ പോലെ ഉള്ളൂ. നമുക്കൊരു മാസമോ 2 മാസമൊക്കെ എങ്ങനെയല്ല അത് പൊടി എടുത്തേക്കാം. പിന്നെ അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതും പാടേക്ക് ഇട്ടിങ്ങനെ നമുക്ക് ഗൾഫുള്ളവർക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തയച്ചാൽ എന്നാൽ അവർക്കൊക്കെ എന്നാൽ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് തൊടാനൊക്കെ നല്ല സൂപ്പറക്കാരം. അതിക്ക് എന്താ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊണ്ടില്ലേ അമർക്കണ്ട. വെളുത്തുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, മല്ലിത, പിന്നെ എന്താ ചുവന്നമുളക്. അതിന് ശേഷം നമുക്കിതാ അതിക്കിതാ കറിവേപ്പില ഇടുന്നു. നമുക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എല്ലാം ചെയ്തോണ്ടിട്ടില്ല. ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചെറിയ കഷ്ണം ഇട്ടാലും മതി. മുളകോ നമുക്ക് എത്ര എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ടുകൊണ്ടിട്ടാ. അപ്പുറത്തതാ മീൻ വറുക്കാണ്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ, നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? സമാധാനം സാധ്യത തരട്ടെന്ന് തന്നെ ദുആ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട്. അത് ശേഷം ഇതാ എന്നുള്ളതാവും ഉള്ളി, അതൊന്ന് ആയിക്കോട്ടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ അവസാനം നമ്മളെ ഉപ്പ് ഇട്ടിട്ടില്ലേ, ഉപ്പും പാടെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഫ്ലെയിം ഓഫാക്കി ഗ്യാസ് ഓഫാക്കി അത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടിപൊളിയായി നല്ല രസമുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇല്ലെങ്കിൽ എന്നോട് പറയും രസം ഉണ്ടായിട്ടില്ല എന്ന്. ഈ പറഞ്ഞ പോലെയൊക്കെ ഇടണിട്ടില്ലേ, എന്നാലും അതിനനുസരിച്ച് രസം ഉണ്ടാവുള്ളൂ. മല്ലി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, പുളിങ്ങ, അവസാനം ഉപ്പ്. അങ്ങനെ എല്ലാം പാടെ ഒന്ന് വറുത്തിട്ടിട്ട് നമുക്ക് ഇതാ അത്യാവശ്യത്തിൽ ഉപ്പിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. എന്താ അരച്ചാണ്ടില്ലേ. റെഡി. അങ്ങനെ ചമ്മന്തി പൊടി റെഡിയാണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്കിത് എന്താ
നമുക്ക് ഈ ഗൾഫൊക്കെ കൊടുത്തയക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. അതിന് ശേഷം ഞാൻ ചോറ് കഴിക്കട്ടില്ലേ, മീർത്ത് മീനിൻ്റെ തല മുള്ളൊക്കെ ഉണ്ട് ആക്കുന്ന കളയ, അല്ലെങ്കിൽ ചങ്കിൽ കുത്തും. അപ്പം തന്നെ ഞങ്ങളെ ഫ്രൂട്ടി കൊണ്ടിട്ട് അത് അടച്ചിട്ട് നിങ്ങളിതാ എന്താ അങ്ങനെ ഇതാ ചമ്മന്തി മീനും അമ്പടെ കൂട്ടിയ ചോറൊക്കെ ഉണ്ടല്ലോ, എന്തൊരു നല്ല അടിപൊളി. എന്താ ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ നിങ്ങളുടെ അഭിപ്രായം പറയാം. സൂപ്പറാണ്, അടിപൊളി. ഞാൻ വെറുതെ പറയില്ലട്ടില്ല, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണേ, സൂപ്പറാണ്, അടിപൊളി. ഇന്നത്തെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.